ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഒന്നും അറിയില്ല. നോക്കൂ, കേരളത്തിൽ ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി, സംഘടനാ തെരഞ്ഞെടുപ്പിൽ 4 വനിതകൾക്ക് ജില്ലാ അധ്യക്ഷ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി, CPM ആവട്ടെ കോൺഗ്രസ് ആവട്ടെ, CPMൻ്റെ ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറി വനിതയുണ്ടോ? ഏതെങ്കിലും ഒരു DCC പ്രസിഡന്റ് ഇപ്പോൾ കേരളത്തിൽ വനിതയുണ്ടോ? ഞങ്ങൾ 4 പേർക്ക് വനിതാ നേതാക്കൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഞങ്ങൾ ഹിന്ദു പാർട്ടി എന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾ 3 ക്രിസ്ത്യൻ ലീഡേഴ്സിന് ജില്ലാ പ്രസിഡന്റിനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സവർണ പാർട്ടി എന്നാണല്ലോ പറയുന്നത്. 2 പട്ടികജാതി നേതാക്കൾക്ക് ഞങ്ങൾ ജില്ലാ പ്രസിഡന്റുമാരായിട്ട് അവസരം കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ജില്ലാ കമ്മിറ്റി പുനഃസംഘടന കേരള BJPയുടെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെയും BJP അധ്യക്ഷൻ JP നഡ്ഡയുടെയും ആശീർവാദത്തോടു കൂടിയാണ്, അവരുടെ അനുമതിയോടുകൂടിയാണ് എല്ലാ ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യത്തിലും തീരുമാനമെടുത്തത്. അതിനെതിരായി സംസാരിക്കാൻ ഒരാൾക്കും അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെത്ര ഉന്നതരായാലും അവർ പാർട്ടിക്കകത്തുണ്ടാവില്ല. 27 ജില്ലാ പ്രസിഡന്റുമാരെ കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ട്. ശ്രീ JP നഡ്ഡാജിയും ശ്രീ BL സന്തോഷിയും അംഗീകരിച്ച ആ ലിസ്റ്റ് മാത്രമേ ഇവിടെ നടപ്പാവുള്ളൂ. അതിനപ്പുറത്ത് ആർക്കും സംസാരിക്കാനുള്ള അവകാശമില്ല. BJP വളരെ കൃത്യമായിട്ടുള്ള കണക്കൂട്ടലിലൂടെയാണ് എല്ലാ ജില്ലകളിലും അധ്യക്ഷന്മാരെ നിശ്ചയിച്ചിട്ടുള്ളത്. സാമുദായികമായ പ്രാതിനിധ്യം, ജെൻഡർ ഇക്വാലിറ്റി, ഇതിനെല്ലാം ഞങ്ങൾ പരിപൂർണമായിട്ടുള്ള പരിഗണന നൽകിയിട്ടുണ്ട്. ഇത്രയും സമീകൃതമായ ഒരു ലിസ്റ്റ് ഇതിനു മുമ്പ് ഒരിക്കലും കേരളത്തിലുണ്ടായിട്ടില്ല. ആ ലിസ്റ്റ് മാത്രമേ പ്രാവർത്തികമാവുകയുള്ളൂ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഏത് ഉന്നതരായാലും പാർട്ടി ദേശീയ അധ്യക്ഷനും പാർട്ടിയുടെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറിയും അപ്രൂവ് ചെയ്ത ലിസ്റ്റിനപ്പുറം ഒരു മാറ്റവും. ഒന്നും സംഭവിക്കില്ല. ഇത് നിങ്ങൾ പന്തളത്തും പറഞ്ഞാണ്. പന്തളത്ത് നിങ്ങൾ പറഞ്ഞു നഗരസഭ ഇപ്പോൾ വീഴും. ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി മനസ്സിലായല്ലോ. ഞാൻ ഇംഗ്ലീഷിൽ പറയണം. ഇംഗ്ലീഷിൽ പറയണം. വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് BJP? വെയിറ്റ്, he cannot understand Malayalam. I will tell you in English. See, the only political party is Bharatiya Janata Party, led by Honorable Prime Minister Shri Narendra Modi ji and JP Nadda ji. He is given opportunity to 4 women leaders to serve the district party presidents. We gave 3 Christian leaders to serve the district party presidents. How many DCC presidents are Mahila leaders? How many CPM district secretaries are Mahila leaders? So this is Bharatiya Janata Party. Bharatiya Janata Party is the only political party is doing such things. Inclusive political party. We are accommodating all sections of the society apart from community, religion, gender. We are considering all. Out of 27, 4 are women. Out of 27, 3 are Christian. Out of 27, 3 are SC. This is only political party is Bharatiya Janata Party. അല്ല, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ മലയാളം മനസ്സിലായത്? അല്ല, സൂചനയൊന്നും വേണ്ട. ഞാനൊരു കാര്യം പറയാം. ഞാൻ എവിടെയും പോകണില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏത് ഉന്നതരായാലും പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം മാത്രമേ ഇവിടെ നടപ്പാവുള്ളൂ.